ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. രാവിലെ 6:30 തൊട്ട് 9 മണി വരെയുള്ള വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ അടയ്ക്കാക്കുഞ്ഞും കുഞ്ഞപ്പനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ചൂടാക്കാം. അതെല്ലാം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ അരിയെല്ലാം കഴുകിയെടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം ഞാൻ കലത്തിലേക്ക് ഇട്ടു. ഇന്നലെ കുറച്ച് ഉണക്കമീൻ ചേട്ടൻ വാങ്ങിയിട്ട് വന്നിരുന്നു. ഇനി അതിൻ്റെ ഉപ്പ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ചോറ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാട്ടോ ചെയ്യാറ്. ഇനി കടുങ്കാപ്പി എടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ കടുങ്കാപ്പി എടുക്കുന്നത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പൊടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഗ്ലാസ്സിലേക്ക് പൊടിയിട്ട പഞ്ചസാരയും ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കടുങ്കാപ്പി എടുക്കുന്നത്. എനിക്ക് കുറച്ച് പൊടിയാട്ടോ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് ഒത്തിരി കടുപ്പം ഇഷ്ടമല്ല. എല്ലാവരും കടുങ്കാപ്പിയൊക്കെ കുടിക്കുന്നവരാണോ? ചിലരങ്ങനെ കടുങ്കാപ്പി കുടിക്കാറില്ല എന്ന് തോന്നുന്നു. ചിലർക്ക് ചായയാണ് പ്രിയം. ഞാൻ നേരത്തെ തൊട്ടേ കടുങ്കാപ്പി കുടിച്ച് ശീലിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് രാവിലെ കടുങ്കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. പിന്നെ അങ്ങനെ നമ്മുടെ കടുങ്കാപ്പിയൊക്കെ റെഡിയായി. ഇനി ഇത് ചേട്ടന് കൊടുക്കണം, എന്നിട്ട് എനിക്കും കുടിക്കണം. ഇനി ഞാൻ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ്. രാവിലെ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വെക്കും. ചേട്ടനും ഓഫീസിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകണം, പിന്നെ എനിക്കും കുടിക്കണമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ അത് തിളപ്പിച്ച് വെക്കും. ഞാൻ കുറച്ച് ഉലുവയാണ് അതിലേക്ക് ഇടുന്നത്. ഉലുവയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇടുന്നത്. ചോറിപ്പോൾ ശരിക്കും ഒരു 10-15 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഇനി ഞാൻ എൻ്റെ കടുങ്കാപ്പി കുടിക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ കടുങ്കാപ്പി കുടിക്കാനൊരു സുഖമല്ലേ രാവിലെ. ഇവിടെ ഫുള്ള് കുരുമുളക് തോട്ടമാണ്. നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഹൗസ് ഓണറുടെയാണ് ഈ കുരുമുളകൊക്കെ. നല്ല ഭംഗിയില്ലേ? നല്ല സ്ഥലമല്ലേ കാണാനൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കടല കറി വയ്ക്കാം. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. വേവിച്ചതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കുക്കറിനകത്തിരുന്ന് കടല നന്നായിട്ട് വേവട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതപ്പം ഞാനവിടെ അടച്ചു വെച്ചു. ഇനി ബാക്കിയിരുന്ന കടുങ്കാപ്പിയും കൂടെ ഞാൻ കുടിക്കുകയാണ്. ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കടുങ്കാപ്പി കുടിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ എടുത്ത് വയ്ക്കാം. ഞാൻ കുറച്ച് വെണ്ടയ്ക്ക തോരൻ വയ്ക്കാമെന്നൊക്കെ ഓർക്കുന്നു. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. സവോള, ചെറിയുള്ളിയൊക്കെ എടുത്തു. ഫ്ലെയിം കുറച്ച് വെച്ചേക്കാമെന്ന് കരുതി. കുറച്ചധികം വിസിലടിച്ചാലേ വേവത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. ചേട്ടൻ അപ്പോഴത്തേക്ക് എണീറ്റ് വന്നു. വെണ്ടയ്ക്ക അരിയുന്ന വീഡിയോ ചേട്ടനാണ് എടുത്തു തരുന്നത്. ഞാനിപ്പോൾ വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടിയപ്പമാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവ് ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം അതങ്ങ് ഇരിക്കട്ടെ. നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന മീനൊക്കെ ഞാൻ കഴുകി മുളകൊക്കെ തിരുമ്മി വെച്ചു. ഇനി നമുക്ക് വെണ്ടയ്ക്കയും തോരൻ വയ്ക്കാം, മീനും വറക്കാം. എല്ലാം പെട്ടെന്ന് ചെയ്യും. ചേട്ടൻ ഒരു 9:15 ആകുമ്പോഴേക്കും പോകണം. അതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഇടിയപ്പമൊക്കെ സെറ്റാക്കി ഞാൻ വേവിക്കാൻ വെച്ചു കേട്ടോ. ഇനി അതെല്ലാം വെന്ത് വരട്ടെ. അങ്ങനെ ഇടിയപ്പം ഏകദേശം സെറ്റായി. നമ്മുടെ കടലക്കറിയും സെറ്റായി. കടലക്കറി വറുത്തരച്ചാണ് കറി വെച്ചത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മുടെ കടലക്കറിയും റെഡിയായി, വെണ്ടയ്ക്കത്തോരനും റെഡിയായി, മീൻ വറുത്തതും റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ചേട്ടന് എടുത്തു കൊടുക്കട്ടെ. ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചേട്ടൻ കുളിച്ച് റെഡിയായൊക്കെ വന്നു, കാപ്പി കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രത്തിൽ ചോറൊക്കെ എടുക്കുക. ചേട്ടൻ കാപ്പി കുടിക്കുമ്പോഴേക്കും ഞാൻ ചോറെടുത്ത് വയ്ക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഞാൻ ചോറെടുത്തു. അതിലേക്ക് കുറച്ച് വെണ്ടയ്ക്കത്തോരനും 2 കഷ്ണം മീൻ വറുത്തതും കുറച്ച് അച്ചാറും ആണ് ചോറ്റുപാത്രത്തിൽ എടുത്തത്. പിന്നെ കടലക്കറി ഞാൻ സെപ്പറേറ്റ് ഒരു ടിന്നിനകത്താണ് കേട്ടോ എടുത്തത്. അപ്പോൾ അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി. ചേട്ടൻ അവിടെ കാപ്പി കുടിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ അടുക്കളയിലുള്ള പരിപാടികളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. കുളിച്ച് റെഡിയായി വന്നപ്പോൾ ചേട്ടൻ വിളക്ക് കത്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഓഫീസിലേക്ക്. പെട്ടെന്ന് തന്നെ എത്താം. പിന്നെ രാവിലെ കുറച്ച് തിരക്കുണ്ടെങ്കിൽ ഇച്ചിരി താമസിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേട്ടൻ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. എന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.